നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ അണ്ടകടാഹ ജനറൽ സെക്രട്ടറിയായി എം.എ. വാവയെ അല്ലെങ്കിൽ മണിപ്രവാളം വാവയെ തിരഞ്ഞെടുത്തല്ലോ. മണിപ്രവാളത്തിന്റെ സമൃദ്ധ രൂപമാണ് കേട്ടോ വാവയുടെ മുന്നിൽ അങ്ങനെ ആ ഇനിഷ്യലായി കാണപ്പെടുന്ന എം.എ. ലഹരി ഉപേക്ഷിച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് പോങ്ങന്റെ തലച്ചോറിനെ തിരിച്ചറിവ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചത്. തിരിച്ചറിവിന്റെ പാർശ്വഫലമാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. അതായത് തിരിച്ചറിവിന്റെ ഉപദ്രവത്താൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി പോയിട്ടുള്ള ഈ പോങ്ങന് ഏറ്റവും സന്തോഷം നൽകുന്നതാണ് പ്രസ്ഥാനത്തിന്റെ അണ്ടകടാഹ ജനറൽ സെക്രട്ടറിയായി എം.എ. വാവ ചുമതലയേൽക്കുമെന്ന വാർത്ത. പോങ്ങനെന്നല്ല, തിരിച്ചറിവുള്ള ഏതൊരാൾക്കും അതൊരു ആശ്വാസ വാർത്ത തന്നെയാവും, യാതൊരു സംശയവും വേണ്ട. അങ്ങനെ പറയാൻ കാരണമുണ്ട്. രക്തച്ചൊരിച്ചിലോ മറ്റ് അതിക്രമങ്ങളോ കൂടാതെ, അല്ലെങ്കിൽ ഇതര പാർട്ടികളുടെ ഇടപെടലുകൾ പോലും ഇല്ലാതെ പ്രസ്ഥാനത്തിന്റെ പതനം ഉറപ്പുവരുത്തുവാൻ വാവയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കും, നിഷ്പ്രയാസം. ഒരുതരം ദയാവധം തന്നെ. അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ പോങ്ങൻ അതിശയോക്തി പറയുകയാണ് എന്ന് പലരും കരുതിയേക്കും. എനിക്ക് നന്നായിട്ട് അറിയാം. ഉള്ളത് പറഞ്ഞാൽ അങ്ങനെ പറയാം എന്ന് ആലോചിച്ചപ്പോൾ തന്നെ അത് അതിശയോക്തിയാകുമോ എന്ന് ഈ പോങ്ങൻ പോലും സംശയിച്ചു പോയി. എന്നാൽ അതിശയോക്തി അല്ല, നമ്മുടെ യുക്തിയെ തന്നെ അതിശയിപ്പിക്കുന്ന ഒന്നാം തരം സത്യമാണ് പോങ്ങൻ പറയാൻ പോകുന്നത്. അതിനെ അങ്ങനെ തന്നെ എടുക്കണം, കേൾക്കണം. ലോകത്തെവിടെയാണെങ്കിലും, ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും വ്യാപാര മുന്നമിട്ട് ഇറങ്ങിയാൽ വിപണി കീഴടക്കി കച്ചവടം കയ്യാളുന്ന സ്വഭാവം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുണ്ട്, ഇല്ലേ? കോവിഡ് എന്ന ചൈനീസ് പനി ഈ രാജ്യത്തിലേക്ക് കടന്നത് കേരളത്തിലൂടെയാണ്, നമ്മുടെ കേരളത്തിലൂടെയാണ്. എന്നാൽ അധികം വൈകാതെ ആ ചൈനീസ് അസുഖോൽപ്പന്നം ഏറെക്കുറെ എന്ന് പറഞ്ഞ പോലെ ഈ രാജ്യം അങ്ങോട്ട് വിട്ടു. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? ലോക്ക്ഡൌൺ കൊണ്ട് പൊറുതിമുട്ടി കോവിഡ് ഒട്ടും തന്നെ ഗത്യന്തരമില്ലാതെ അങ്ങോട്ട് പിൻവാങ്ങിയെന്ന് വിശ്വസിക്കുന്നവർ നമുക്കിടയിലുണ്ട്. അല്ലെങ്കിൽ കോവിഡ് എന്ന ചീനിപ്പനിയെ ഈ രാജ്യം വികസിപ്പിച്ചെടുത്ത വാക്സിനുകൾ ഇല്ലാതാക്കി എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പക്ഷേ അതൊന്നുമല്ല സത്യം. യഥാർത്ഥത്തിൽ കോവിഡ് സ്വയം അങ്ങോട്ട് നാട് കടന്നതാണ്. ചൈനീസ് വൈറസുകളെല്ലാം കൂടി വിറങ്ങലിച്ച് കേരളം വിടാൻ ഒറ്റക്കെട്ടായി തീരുമാനിച്ചതിനു പിന്നിൽ സാക്ഷാൽ എം.എ. വാവയാണുള്ളത്. എനിക്ക് മനസ്സിലായി, നിങ്ങളത് അതിശയോക്തിയായിട്ട് തന്നെയാണ് കേട്ടത്, അല്ലേ? പക്ഷെ അങ്ങനെയല്ല, അത് സത്യമാണ്. ഈ 2014 കൊല്ലത്ത് നിന്ന് നമ്മുടെ പ്രേമചന്ദ്രനോട് തോറ്റപ്പോൾ വാവ വായ അടച്ചു പൂട്ടി. വർഷങ്ങൾക്ക് ശേഷം ചൈനീസ് വൈറസ് നാടാകെ വൈറലായ കാലത്താണ് പിന്നെ വാവ വായ തുറക്കുന്നത്. ആ യുദ്ധം ചെയ്തുകൊണ്ട് വേണം. അതൊരു വല്ലാത്ത വായ തുറപ്പുമായിരുന്നു. പോകൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുകയാണ് പോകൻ. ആ വരികൾ മുഴുവൻ ഏതാണ്ട് 2.5 മിനിറ്റോളം നീളമുള്ളതാ. കുറേയൊക്കെ പോങ്ങനെ ഓർമ്മയുണ്ട്. തീവ്ര മുതലാളി. എന്നാലും ഞാൻ മുഴുവൻ പറയുന്നില്ല. അതായത് ഈ കോവിഡിനെതിരായിട്ടുള്ള യുദ്ധം യഥാർത്ഥത്തിൽ തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധമാക്കി സൈദ്ധാന്തിക യുദ്ധമായും ബഹുജന സമരമായിട്ടും മാറ്റണം എന്ന് എം.എ. വാവ വായ പിളർന്ന് ഉഗ്ര മണിപ്രവാളത്തിൽ അങ്ങോട്ടേക്ക് ആഹ്വാനിച്ചു കളഞ്ഞു ആ പരിപാടിയിൽ. അതുകൊണ്ടും മതിയാകാഞ്ഞ് മിത തീവ്രഭേദം കൂടാതെയുള്ള കൊടും മുതലാളിത്ത സാമ്പത്തിക നയങ്ങളാണ് ഈ COVID-19 ഉടലെടുക്കാനും അത് വ്യാപിക്കാനും കാരണമെന്നുകൂടി വാവ അരുളി ചെയ്തു കളഞ്ഞു. എന്റെ പൊന്നെ, എന്ന് മാത്രവുമല്ല, കോവിഡിനെതിരെയുള്ള യുദ്ധത്തിൽ അണിചേരാൻ പറ്റുന്നവരെ മുഴുവൻ അണിനിരത്തുന്ന ഒരു മഹാമുന്നണി രൂപപ്പെടുത്താനുള്ള സന്ദർഭമായിട്ട് നമ്മൾ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തണമെന്നുകൂടി ഉപദേശ രൂപേണ വാവ സമൂഹത്തോട് സംവദിച്ചു കൊടുത്തു. വർഷങ്ങൾ പൂട്ടിവെച്ച വായ തുറന്ന് കോവിഡിന്റെ മറവിൽ മണിപ്രവാളം കൊണ്ട് വിപ്ലവാഹ്വാനം നടത്തിയ ആ വാവയെ നേരിടാൻ ത്രാണിയില്ലാതെയാണ് ചൈനീസ് വൈറസ് സ്വമേധയാ നാടു കടന്നുപോയത്. അതാണ്. അല്ലാതെ ലോക്ക്ഡൌണിനോ നമ്മുടെ വാക്സിനോ ഒന്നും അതിൽ യാതൊരു പങ്കുമില്ല. അതാണ് വാസ്തവം. സത്യം പറഞ്ഞാൽ, ഇതുവരെ പറഞ്ഞത് സത്യമാണ്. എന്നാൽ ഇനിയും സത്യമായിട്ട് പറഞ്ഞാൽ, കോവിഡ് കാലത്ത് സംഭവിച്ച എല്ലാ മരണങ്ങളും കോവിഡ് മൂലമുള്ളതായിരുന്നില്ല കേട്ടോ. അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ നാട്ടിലെ കോവിഡ് ബാധിതർക്ക് ശ്വാസകോശ സ്തംഭനം സംഭാവന ചെയ്യാൻ കഴിയുന്നത്ര മാരകമായിരുന്നു വാവയുടെ വായ വിസർജിച്ച ആ മണിപ്രവാള വചനം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓയ്യോ, ഈ ചൈനീസ് വൈറസിനെ സ്വന്തം വായ വിസർജിക്കുന്ന മണിപ്രവാളം കൊണ്ട് നിഷ്പ്രയാസം തുരത്താൻ കഴിയുന്ന വാവയ്ക്ക് കേരളത്തിലെ ഈ ചൈനീസ് പ്രസ്ഥാനത്തിന് ദയാവധം സമ്മാനിക്കാൻ വായിൽ കിടക്കുന്ന നാക്ക് പോരെ? അതുമാത്രം പോരെ? എന്തിനാ സംശയം? അത് മതി. സംശയമുള്ളവർ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കണം, കേൾക്കണം.
ഈ സ്ഥാനാരോഹണത്തിന് പിന്നാലെ ജനറൽ വാവ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് കേട്ടു നോക്കാവോ? ഒന്ന് പുറകോട്ട് പോയി യൂട്യൂബിലൊക്കെ കിട്ടും, ഒന്ന് തപ്പി നോക്കി, ഒന്ന് കേട്ടു നോക്കി. തസ്കര സുൽത്താനായ ദ്യുമാറന്റെ കൊള്ളക്കാരി കൊച്ച് നടത്തിയിട്ടുള്ള അഴിമതിയെ മണിപ്രവാളം വാവ നല്ലോണം ന്യായീകരിച്ചു അല്ലേ? എന്നാൽ ആ പാവം കൊടിയേരിയുടെ മകൻ ബിനീഷിനെ അറസ്റ്റും മറ്റുമൊക്കെ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന ദ്യുമാറൻ ചാനലിലൂടെ വന്നിരുന്ന് പറഞ്ഞത് കേട്ടില്ലേ? അത് വ്യക്തിപരമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ കൊടിയേരിയെയും ബിനീഷിനെയും കൂടി വാസ്തവം പറഞ്ഞാൽ ദ്യുമാറൻ കൈയൊഴിയുക ചെയ്തേ. ഇപ്പം മകളുടെ കാര്യം വന്നപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് അയാളുടെ പിന്നാലെ നിൽപ്പുണ്ട്, കുണ്ടിപ്പുറത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വാവസഖാവും അത് പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ പ്രസ്ഥാനത്തെ ഈ തസ്കര സംഘത്തിൽ നിന്നും രക്ഷിക്കുക എന്ന് പറയുന്ന ലക്ഷ്യം നമ്മുടെ ജനറൽ വാവയ്ക്ക് ഒട്ടും തന്നെ ഇല്ല. വാവയ്ക്ക് പോലും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നേ മനസ്സിലാക്കാനുള്ളൂ, പ്രസ്ഥാനം പൂർണ്ണമായും ദ്യുമാറന്റെ കുടുംബ സ്വത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അഭിമാനത്തിന്റെ അംശം സ്വഭാവത്തിൽ ഇല്ലാത്ത സഖാക്കൾക്ക് ചോരവംശ സുൽത്താന്റെ അടിമകളായി എച്ചിൽ തിന്ന് ഇനി അങ്ങോട്ട് കാലം കഴിക്കാം. അതേ വഴിയുള്ളൂ. നന്മയുടെ അംശം ഒരു സഖാവിന്റെയും ഉള്ളിലുണ്ടാവാൻ പാടില്ല. ആദർശത്തിന്റെ യാതൊരുവിധ പൊരിയും ഉള്ളിലുണ്ടാവാൻ പാടില്ല. നാണമില്ലായ്മ അങ്ങേയറ്റം വേണം. എല്ലാ അഴിമതിയും ആദർശമായി കൊണ്ടു നടക്കാൻ, കൊണ്ടാടാനുള്ള കഴിവുണ്ടാവണം. അതുപോലെ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ സഭകൾ സ്വീകരിച്ച സമീപനത്തെ അപകടകരമെന്നാണ് കേട്ടോ നമ്മുടെ മണിപ്രവാളം വാവ വിശേഷിപ്പിച്ചത്. അതും കേൾക്കാതെ പോവരുത്, മനസ്സിലാക്കാതെ പോവരുത്, അറിയാതെ പോവരുത്. ഈ കഫിയെ ധരിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കേരളീയ ഹമാസനന്മാരുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയ ഒരു പ്രതിനിധി സമ്മേളനത്തിലൂടെ ജനറൽ സെക്രട്ടറിയായി വാഴിക്കപ്പെട്ട ആ മണിപ്രവാളം വാവയുടെ നാവ് ഉസ്തകുതിരുടെ ആസനം താങ്ങാനായി നീക്കി വെച്ചില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും പോക്കണം കേടാണല്ലേ. അതുകൊണ്ട് വാവയുടെ വാക്കുകൾക്ക് ദയാവധം സമ്മാനിക്കാനുള്ള ത്രാണിയുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി പോങ്ങൻ ആശ്വസിക്കുകയാണ്. ആർക്കാണ് ദയാവധം? പ്രസ്ഥാനത്തിന്. നാരായണൻ നമ്പൂതിരിയുടെ 14 വയസ്സുകാരിയായിട്ടുള്ള മകൾ അനഘയുടെ ആത്മാവിന് നീതി ലഭിക്കാൻ പോകുന്ന നാളുകൾക്കാണ് മധുരയിൽ തുടക്കമിട്ടിരിക്കുന്നത്. കവിയൂരിലെ നാരായണൻ നമ്പൂതിരിയുടെ മകൾ 14 വയസ്സുകാരിയായ മകൾക്ക് നീതി ലഭിക്കാൻ പോവുകയാണ് മധുരയിലൂടെ. അതാണ് പോങ്ങന്റെ വിശ്വാസം. മധുരയിൽ വെച്ചാണ് എന്ന് വെച്ചാൽ പരമശിവനും ശ്രീപാർവതിയും മീനാക്ഷി സുന്ദരേശ്വരരായി വാഴുന്ന മധുരയിലാണ് ദ്യുമാറനും അയാളുടെ അടിമക്കമ്മികളും ഹമാസനന്മാരോട് കൂറുപുലർത്തി തോളിൽ കഫിയ ചാർത്തിയത്. എന്നുവെച്ചാൽ ഈ ഹമാസനന്മാരുടെ വിശ്വാസം ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുന്നേ മധുരയിൽ ദൈവവേല എടുത്തു തുടങ്ങിയവരാണ് പരാശക്തിയായിട്ടുള്ള ശ്രീപാർവതിയും അദ്ദേഹത്തിന്റെ സർവശക്തനായിട്ടുള്ള പരമശിവനും. ഓർമ്മ വെക്കണം അത്. സീനിയോറിറ്റി പോലും നോക്കാതെ പരാശക്തിയുടെ നാട്ടിൽ ചെന്ന് പലസ്തീനികൾക്ക് മുന്നിൽ കുനിഞ്ഞു നിന്നത്, സാങ്കല്പിക കുനിഞ്ഞു നിൽപ്പ് നടത്തിയത് അത്ര ഭംഗിയുള്ള പണിയല്ല, ഒട്ടും തന്നെയല്ല. അതാ പറഞ്ഞത് കവിയൂരിലെ അനഘയുടെ ആത്മാവാണ് അന്തംകമ്മികൾക്ക് മധുരയിൽ ചെന്ന് കഫിയ ധരിക്കാനുള്ള ബുദ്ധി ഉപദേശിച്ചത്. വെറും 14കാരിയായ അനഘയെ വള്ളവീട്ടിൽ വെച്ച് വൈരുദ്ധ്യാത്മക ഭൗതിക ഭോഗവാദം പഠിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്ത മണിപ്രവാളം മാമനെ അവളാണ് കഫിയെ ധരിപ്പിച്ച് പ്രസ്ഥാനത്തിന്റെ അണ്ടകടാഹ നായകനായി ഉയർത്തിയത്. ആ ഉയർച്ചയിൽ നിന്നും ഇനി പതനത്തിലേക്കൊരു പാച്ചിലുണ്ട്, കാണാം. ആ മണിപ്രവാളം വാവമാമന്റെ സൽപ്പേരിനെയും ഒപ്പം അയാളുടെ പ്രസ്ഥാനത്തിന്റെ ഉയിരിനെയും കഫിയെ പുതപ്പിച്ച് ഇഹലോകത്തു നിന്ന് പറഞ്ഞുവിടാനാണ് അനഘയുടെ ആത്മാവ് ഉന്നമിടുന്നത്. മധുരയിൽ നിന്നാണ് മണിപ്രവാളം മാമന്റെ പ്രസ്ഥാനം അതിന്റെ അന്ത്യയാത്ര ആരംഭിച്ചതെന്നാവും ചരിത്രം നാളെ പറയാൻ പോകുന്നത്. നമ്മൾ ആരും മറക്കരുതാത്തൊരു കാര്യമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടേത് മാത്രമല്ല ഈ ഭൂമി, മരിച്ചവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്ന നമ്മളെക്കാൾ അധികം അവകാശം മരിച്ചവർക്കുണ്ട്. നമ്മൾ കാണാതെ നമുക്ക് മുന്നിൽ ചില ആത്മാക്കൾ അവരുടെ പ്രതികാര പ്രവർത്തനങ്ങളുമായി അങ്ങനെ അങ്ങോട്ട് നടക്കുന്നുണ്ടെന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം.
അത് ഓർത്തുകൊണ്ട് ജീവിക്കണം. കൊലപാതകികളും സഹജീവികളെ കൊല്ലാക്കൊല ചെയ്യുന്നവരും ആത്മഹത്യയിലേക്ക് അവരെ നയിക്കുന്നവരുമൊക്കെ ഒരുപക്ഷെ നമ്മുടെ കോടതികളിൽ നിന്നും വളരെ നിഷ്പ്രയാസം രക്ഷപ്പെടുന്നുണ്ടാവാം. അധികാര ശക്തിയും സ്വാധീന ശേഷിയും സാമ്പത്തിക ഭദ്രതയുമൊക്കെ അതിനവരെ സഹായിക്കുന്നുമുണ്ടാവും. അനഘയുടെ ആത്മാവിന് നീതി നൽകാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ പ്രകൃതിക്ക് തീർച്ചയായും അത് സാധിക്കുമെന്ന് പറയുന്ന വിശ്വാസം പോകുന്നുണ്ട്. അധർമ്മികൾ അന്യായമായി തഴച്ചു വളരുമ്പോൾ ഓർക്കണം, ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും നീതിയുടെയും കഴിവില്ലായ്മയല്ല അത്. നമുക്കൊരു തേങ്ങ നിലത്തെറിഞ്ഞ് ഉടയ്ക്കണമെങ്കിൽ ആദ്യം അതിനെ ഉയർത്തണം, തലപ്പൊക്കത്തിൽ ഉയർത്തണം, അല്ലെങ്കിൽ അതിലും ഉയർത്തണം. എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം തേങ്ങ ഉടഞ്ഞങ്ങോട്ട് നുറുങ്ങും. അധർമ്മികളെ വാഴ്ത്താനല്ല പ്രകൃതി അവരെ ഉയരത്തിലെത്തിക്കുന്നത്, വീഴ്ത്താൻ മാത്രമാണ്. ആ ഉയർത്തൽ വീഴ്ത്താൻ മാത്രമാണ്. വള്ള വീടുകളിൽ ഒഴുകി നടന്ന് ഭോഗപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് രസിച്ചപ്പോൾ ഓർക്കാത്ത ഒന്ന് അധികം വൈകാതെ മണിപ്രവാളം മാമനിൽ ഒരു വെപ്രാളമായിട്ട് അങ്ങോട്ട് ഉയരും. മണിപ്രവാളം വാവയിൽ മനസാക്ഷിയുടെ രൂപത്തിൽ പ്രകൃതി അവതരിക്കുമ്പോൾ സ്വന്തം മനസാക്ഷിയെ അതിജീവിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം അയാളിൽ അപ്പോൾ ഒട്ടും തന്നെ കാണുകയില്ല. ഒരു മനുഷ്യായുസിൽ ചെയ്ത സകല അന്യായങ്ങളും ഓർമ്മയായി മനസ്സിലേക്ക് അങ്ങോട്ടേക്ക് വരും. അതുവരെ ഉറങ്ങിക്കിടന്ന മനസാക്ഷി അതിനെല്ലാം സാക്ഷിയാകാനായി അങ്ങോട്ട് ഉണരും. കമ്മികളെ സംബന്ധിച്ച് വാർദ്ധക്യമെന്നാൽ നരകമെന്നാണ് അർത്ഥം. സ്വന്തം മനസാക്ഷിയെ വാർദ്ധക്യത്തിൽ കമ്മികൾ നരകമായി മാത്രമേ അനുഭവിക്കുകയുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ലോണം ദുഷ്ടന്മാരായിട്ടുള്ള ഒട്ടുമിക്ക കമ്മികളും ദീർഘായുസുള്ളവരായിരിക്കും. എന്തായാലും ജനറൽ മണിപ്രവാളം വാവയടക്കം സകല കമ്മികൾക്കും പോകാൻ ദീർഘായുസ് നേരുകയാണ്. കവിയൂരിലെ അനഘ എന്ന പെൺകുട്ടി മധുരയിലെ പരാശക്തിയുമായി സംഘടിച്ച് നടത്തുന്ന പ്രതികാര പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കാണാൻ കിടക്കുന്നത്. ഈ സത്യം വിളിച്ചു പറഞ്ഞതിന് പ്രകൃതി തീർച്ചയായിട്ടും പോകനോട് പൊറുക്കട്ടെ. ഈ MA വാവ, മണിപ്രവാളം വാവ വായ പൂട്ടി ഇങ്ങനെ അങ്ങ് ഇരുന്ന് ഇല്ലാതായി പോയിരുന്നുവെങ്കിൽ ചരിത്രം അയാളെ ചിലപ്പോൾ മാന്യൻ എന്ന് അടയാളപ്പെടുത്തുമായിരുന്നു. പുതുതലമുറ അങ്ങനെ മനസ്സിലാക്കുമായിരുന്നു. എന്നാൽ തക്ക സമയത്ത് അയാളെ ഈ പ്രസ്ഥാനത്തിന്റെ നായകനായി അങ്ങോട്ടേക്ക് ഉയർത്തുന്നു. ആരുയർത്തുന്നു? അനഘയുടെ ആത്മാവ് ഉയർത്തുന്നു. എന്നിട്ട് ഇനിയിപ്പോ എന്ത് സംഭവിക്കും? ഭൂതകാലത്ത് ഈ വാവമാമൻ ചെയ്ത എല്ലാ ദുഷ്ടും അനഘയുടെ ആത്മാവ് നമ്മളിലൂടെ വർത്തമാന കാലത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഇവന്റെ പുറംപൂച്ച് തിരിച്ചറിയും. മണിപ്രവാളം കൊണ്ടടക്കം ചെയ്ത ഇവന്റെയൊക്കെ മര്യാദ കേടുകൾ ചീഞ്ഞ് നാറി അഴുകി പുറത്തേക്ക് ഒലിക്കും. അതിനാണ് ഈ ആരോഹണം, ഈ സ്ഥാനാരോഹണം. ഞാൻ വെറുതെ പറയല്ല കേട്ടോ. നേരത്തെയും പറഞ്ഞു, പ്രകൃതിയും ഞാനും തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങൾ ഞാൻ ചുമ്മാ തള്ളുകയാണ് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വിചാരിച്ചു. എനിക്കറിയാം, അങ്ങനെ പലരും വിചാരിച്ചു. എനിക്കതിൽ ഖേദമൊന്നുമില്ല. പ്രകൃതിയും ഞാനും തമ്മിൽ ചില